ഇരുമുടിക്കെട്ടില്ലാതെ ആർക്കും സന്നിധാനത്തിൽ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമല്ല. എന്നാൽ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തുവാൻ ഒരേ ഒരാൾക്കേ അനുവാദമുള്ളൂ. അത് പന്തളം രാജാവിനാണ്. മകരവിളക്ക് കഴിയുന്നതുവരെ പന്തളം രാജാവ് അയ്യപ്പ സന്നിധാനത്തിൽ എത്തില്ല. മകരവിളക്ക് കഴിഞ്ഞ് 3-ാം നാൾ മകരം 3-ന് പന്തളം രാജാവ് ശരംകുത്തി ആലിന് സമീപമെത്തും. അവിടെ വച്ച് തമ്പുരാനെ അധികാരികൾ പൂർണ്ണകുംഭവുമായി സ്വീകരിക്കും. ഈ വിധം സന്നിധാനത്തെത്തുന്ന തമ്പുരാനെ മേൽശാന്തി കാൽ കഴുകിച്ച് കയ്യിൽ നാളികേരം നൽകും. തമ്പുരാൻ നാളികേരമുടച്ച് 18-ാം പടി കയറി അയ്യപ്പനെ ദർശിക്കും. മാളികപ്പുറം ക്ഷേത്രത്തിൽ നടക്കുന്ന ഗുരുതി ചടങ്ങുകൾ വരെ പന്തളം രാജാവ് സന്നിധാനത്തിൽ തങ്ങും. മകരം 4-ന് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് കളഭാഭിഷേകം നടക്കും. മകരം 6-ന് മാളികപ്പുറത്ത് നടക്കുന്ന ഗുരുതിക്ക് ശേഷം തമ്പുരാൻ ശാസ്താസന്നിധിയിൽ രാത്രി വരെ തങ്ങും. ആ സമയത്ത് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കുകയില്ല. മകരം 7-ന് തമ്പുരാൻ മണികണ്ഠസ്വാമിയെ ഏകാന്ത ദർശനം നടത്തും. തന്ത്രിയും മേൽശാന്തിയും ഒഴിച്ച് മറ്റാരും തന്നെ ആ സമയത്തുണ്ടാവില്ല. തമ്പുരാന്റെ ഈ ദർശനത്തിന് ശേഷം വിഗ്രഹത്തിൽ നിന്നും തമ്പുരാനോട് അനുവാദം ചോദിച്ച് തിരുവാഭരണം എടുത്തുമാറ്റും. തുടർന്ന് മേൽശാന്തി നടയടയ്ക്കും. നടയ്ക്കൽ വച്ച് താക്കോൽ മേൽശാന്തി തമ്പുരാനെ ഏൽപ്പിക്കുകയും തമ്പുരാൻ താക്കോൽ കൂട്ടം സ്വീകരിക്കുകയും ചെയ്യും. തുടർന്ന് മേൽശാന്തി ഈ വർഷത്തെ ചെലവ് കഴിച്ച് ബാക്കിയുള്ള തുക എന്ന് പറഞ്ഞ് തമ്പുരാന് ഒരു പണക്കിഴി സമ്മാനിക്കും. തുടർന്ന് തമ്പുരാൻ താക്കോൽ കൂട്ടം ദേവസ്വം മാനേജരെ ഏൽപ്പിക്കും. അതിനുശേഷം തമ്പുരാൻ തിരുവാഭരണവുമായി പന്തളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും.